എടാ പ്ലാറ്റിന കംപ്ലീറ്റ് ഓഫ് റോഡ് ലുക്കില് ചെയ്തൊരു വണ്ടി. ചെമ്പുള്ളത് ഫസ്റ്റ് ഇട്ടിട്ട് കയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ചെമ്പ് ബാക്ക് കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്കാവും. അതാണോ സംഭവം? ഡ്രൈനേജ് ബോൾട്ട് ഇല്ലേ, ഡ്രൈനേജ് ബോൾട്ട് തുറന്നിട്ട് അതിലേക്ക് കൈയിട്ടാണ് സംഭവം. കസ്റ്റമർ വന്ന് ഒരൊറ്റ പൊളി കളിച്ചപ്പോൾ 2 കഷ്ണായി. പാൻറ് ബെൽറ്റുമ കെട്ടിയിട്ടൊക്കെയാണ് പാൻറ്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. കുറേ ആയി ഞാൻ വിചാരിക്കുന്ന ഒരു റിയാക്ഷൻ ചാനൽ തുടങ്ങുന്നുള്ളത്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ലാഗായി പോയതാട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും പുറത്തുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും എൻ്റെതായ പേഴ്സണൽ അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് എൻ്റർടൈൻ പർപ്പസുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ മറ്റേ 2 ചാനലുകളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിലും വീഡിയോസ് വരും. ഇത് നമ്മുടെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. കുറേ നാളായി നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നത്. കൂടുതലായിട്ട് വീഡിയോസ് ഉണ്ടാവില്ല. ഒരു മാസത്തിൽ 2-3 വീഡിയോ ഒക്കെ ആയിരിക്കും. ഫ്രീ ടൈം കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വീഡിയോസ് എടുക്കാനുള്ളൊരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരു സാധനമുണ്ട്, ടെക്നോളജിയാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ടെക്നോളജിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വീഡിയോ. മിറർ ടൈറ്റ് ചെയ്യാട്ടോ, അത് റിങ് വെച്ചിട്ട്. അതായത് അപ്പോൾ മനസ്സിലായ, മിറർ സെറ്റ് ചെയ്യണ മുന്നേ നമ്മൾ റിങ് വെച്ചിട്ട് ഉള്ളിൽ കയറ്റിയതിന് ശേഷം ലാസ്റ്റ് അത് മുറിച്ചിട്ട് ചെറിയൊരു മിറർ വെച്ചിട്ട് ഗമ്മിട്ട് ഒട്ടിച്ച സംഭവം. അതാണ്. അടുത്ത് നോക്കാം. എടാ ഒരു മാരുതി 800 സെൻറ്ററിൽ സൺറൂഫ് കട്ട് ചെയ്തിട്ട് അതിൽ പാമ്പരാത്ത സാധനങ്ങൾ വെച്ചിരിക്കുക. ഇതവിടെ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് കേട്ടോ. മൂപ്പരെ ഇരുത്തം നോക്ക്. അതിൽ കസാല ഇട്ടിടുന്നുണ്ട്. കസാലൊക്കെ വെച്ചിട്ടാണ് ഈ മൂപ്പര് ഇരിക്കണത്. ഏതാ ഇരുത്തം? കൗണ്ടർ, ഫ്രണ്ടത്തെ കൗണ്ടറിൽ സെൻട്രൽ ഫ്രഷ് ഇരിക്കുന്നുണ്ട് കേട്ടോ. സെൻട്രൽ ഫ്രഷ്. ബാക്കിയുള്ളൊക്കെ ഫുള്ള് പാൻ മസാലയാണ്. ലൈമൊക്കെ ഇടുന്നുണ്ട്. അടുത്ത് നോക്കാം. മഴക്കാലത്ത് നമ്മളൊക്കെ അതേപോലെ കുടുങ്ങണ സംഭവമായിട്ടത്. വലിയൊരു കുഴി ഉണ്ടാവും, അതിൽ വെള്ളം നിറഞ്ഞിട്ട് കുഴി കാണാതെ നേരെ അതിൽ പോയി ചാടും. ഓക്കെ, അടുത്ത് നോക്കാം. എന്താ സ്പ്ലെൻഡർ ആണല്ലോ. ഒന്നുകൂടി വെച്ചിട്ട് സംഭവം മനസ്സിലായെങ്കിൽ, അതായത് ടാങ്കിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് ഒരു സീല ചുറ്റിയിട്ട്, കമ്പിയിൽ സീല ചുറ്റിയിട്ട് പെട്രോൾ എടുത്തിട്ട് നമ്മുടെ പ്ലഗ് ഊരിയിട്ടുണ്ടല്ലോ, പ്ലഗ് ഊരിയതിന് ശേഷം അവിടെ ജസ്റ്റ് നമ്മുടെ സെൽഫ് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്പാർക്ക് വരുമല്ലോ, ആ സ്പാർക്കിൽ ഈ പെട്രോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കത്തിക്കുക. അതാണ് സംഭവം. ഞാനിത് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഒന്നായിട്ട് സ്പാർക്ക് ചെയ്താൽ ഒന്നായിട്ട് പൊട്ടി തെറിക്കും കേട്ടോ ടാങ്കൊക്കെ കൂടെ. അടുത്ത് നോക്കാം. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മുന്നേ വന്ന വീഡിയോ ആണിത്. ഓ എടാ, എന്തായാലും ആ വണ്ടിയുടെ ആ സ്കൂട്ടർ പോലുള്ള സംഭവത്തിൻ്റെ, സ്കൂട്ടർ പോലുള്ള ബൈക്കിൻ്റെ എൻജിൻ എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇത്രയും ലോഡ് താങ്ങിയിട്ട് ആ വണ്ടി നീങ്ങുന്നുണ്ടല്ലോ, ലോഡ് താങ്ങുന്നുണ്ടല്ലോ വണ്ടി. അത്രയും ലോഡടാ, അത്രയും ലോഡ് വെച്ചിട്ട് ആ ഒരു സിംഗിൾ സിലിണ്ടറിൽ ഇരിക്കുന്ന സാധനത്തിനാണ് ആ സാധനം കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ MVD എന്നോ അല്ലേ പണി കിട്ടിയേനെ. അടുത്തത് എന്താകുമ്പോ എടാ കൗത്തിൽ കയറിട്ടിട്ട് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് പണിയെടുക്കുന്നത്. എന്തായാലും വീണ് കഴിഞ്ഞാൽ തൂങ്ങി വരണ ഉറപ്പാണ്.
അടുത്തത് നോക്കാം. ഇത് കുറച്ച് മുന്നേ കത്തിയ വീഡിയോ കേട്ടോ. നോമ്പായ സമയത്ത് കത്തിയ വീഡിയോ ആണ്. ചെരുപ്പ് കള്ളന്മാരെ കണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കം കൂട്ട് നാമത്താവൊക്കെ ഇട്ടുകാണ്ട് പൂട്ടിയാണ് കൊണ്ടാണ് സംഭവം. ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ഇതിൻ്റെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഗോദ്രേജിൻ്റെ പൂട്ടൊക്കെ ഇട്ടിട്ട് പൂട്ടിയിട്ട്. അടുത്തത് നോക്കാം. ഹലോ ഗ്യാസ് ഈ വീഡിയോ നിങ്ങൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ಗ್ಯಾಸ್ ಇದಕ್ಕ ಇದು ಸ್ಟವ್ ಇದು ಸಿಲಿಂಡ್ರು ಇದ್ರೊಳಗಡೆ ಇರೋದು ಗ್ಯಾಸ್. ഇറങ്ങിയ സമയത്ത് ഒരാൾ അതിനെ റിയാക്ട് ചെയ്ത്, അതിന് ശേഷം ആ ആൾ റിയാക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അടുത്ത ആൾ റിയാക്ട് ചെയ്ത്, പിന്നെ അടുത്തത് ഇത് ഇനിയും ഉണ്ട് കേട്ടോ. ഇതിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഒരു ചെറിയ കുട്ടി ചെയ്ത വീഡിയോ കൂടി ഉണ്ട്. ഇതിന് ഫുള്ളായിട്ടില്ലത്. അങ്ങനെ അതിപ്പോൾ ഇങ്ങനെ കയറി പോയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. അടുത്തത് നോക്കാം. ഇതെന്താ സംഭവം അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ പാത്രങ്ങൾ വിൽക്കണുണ്ടല്ലോ, ഫൈബറിൻ്റെ എന്തിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിനൊക്കെ പാത്രം ചവിട്ടിയിട്ടൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ പെട്ട ടീമാണ്. ഒരിക്കലും പൊട്ടൂല പറഞ്ഞിട്ട് വിൽക്കുന്ന സംഭവമില്ലേ, അതാണ് സംഭവം. കസ്റ്റമറാന്ന് തോന്നുന്നു കേട്ടോ. കസ്റ്റമർ വന്ന് ഒരൊറ്റ പൊളി കളിച്ചപ്പോൾ 2 കഷ്ണായി. ഓക്കെ, അടുത്ത് നോക്കാം. സ്പ്ലെൻഡറിലത് സ്പ്ലെൻഡറിന് ഓടിച്ചിട്ട് വേണ്ടിയിട്ട് സൈക്കിളാക്കി കേട്ടോ. സസ്പെൻഷനൊക്കെ ഉണ്ട് വണ്ടിക്ക്, സസ്പെൻഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നോർത്ത് സൈഡിൽ എന്തോ ആണ് സംഭവം. ഇതൊക്കെ നോർത്ത് സൈഡാട്ടോ, നോർത്ത് സൈഡിലുള്ള പയ്യന്മാരെ വീഡിയോ ആണ് ഇതൊക്കെ. ഈ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ട്, ഒരു 10 പ്രാവശ്യങ്ങളും കണ്ടിട്ട് ഇത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഈ ഒരു വാൽ ട്യൂബ് എടുത്തിട്ട് നോക്കേണ്ടി വരും. സൈക്കിൾ എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ എന്തെങ്കിലും എടുത്തിട്ട് നോക്കേണ്ടി വരും. സംഭവം വാൽ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ആദ്യം ആ ചെമ്പ് പോലുള്ള ഇടുന്നുണ്ട്, പിന്നെ അതിൻ്റെ മേലെ കയറിടുന്നുണ്ട്. കയറ് പോലുള്ള ഇതിട്ടിട്ട് ഇതെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോക്കാവുന്നുണ്ട്. ഒന്നുകൂടെ കാണാം. സ്റ്റോപ്പ്. അതായത് ചെമ്പുള്ളത് ഫസ്റ്റ് ഇട്ടിട്ട് കയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ചെമ്പ് ബാക്കിൽ കൂടെ വലിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്കാവും. അതാണോ സംഭവം? എന്നാലും ഇപ്പം എങ്ങനെ ഉള്ളിൽ ലോക്കായി എന്നുള്ളത് എന്നാണ് എനിക്ക് അറിയാത്തത് കേട്ടോ. എങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോക്കായി എന്നുള്ളതാണ്. ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഇവരെ കൈ ഓണാക്കി ഞങ്ങൾ കൈ ഉണ്ടാ അവിടെ ലോക്കാക്കിയിട്ട് അവൻ വലിക്കുകയാണ് സംഭവം. ഇപ്പോഴാണ് പിടുത്തം കിട്ടിയത്. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെമ്പ് പോയതിന് ശേഷം അതവിടെ ലോക്കാക്കിയല്ലോ, പിന്നെ ഈ ചെമ്പിൻ്റെ കവർ പോകണുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൈ ഉണ്ടാവും പോണേ, അവിടെ അതിൻ്റെ തുമ്പിരിക്കുന്നത്. അതായത് ഈ പച്ച കയറുണ്ടല്ലോ, അതിൻ്റെ തുമ്പ് ഇവൻ്റെ ഈ തള്ളവിരലിന്മേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്പിൻ്റെ അടിയിൽ കൂടെ ഈ തള്ളവിരൽ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ കയറ് ഇങ്ങോട്ട് ആ തുമ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് ലോക്ക് ചെയ്യുക. സംഭവം അതാണ്. നമ്മൾ കുറച്ച് ചിന്തിച്ചാൽ സാധനം കിട്ടും. കൈയിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും സംഭവം. ആക്സിലേറ്റർ കേബിൾ പൊട്ടിയിട്ട് പ്ലെയർ വെച്ച് ടാഗ് ഇട്ട് കെട്ടിയിട്ട് ആക്സിലേറ്റർ കേബിൾ ആയിട്ട് ഉപയോഗിക്കുക. അതാണ് സംഭവം. ഓക്കെ, അടുത്തത് എന്താ ഒരു പാകിസ്ഥാനി വന്നിട്ടുണ്ടോ, ബൈക്കാണ്. പാകിസ്ഥാൻ ഏരിയ തന്നെയാണ്. പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അവിടെയുള്ള സംഭവങ്ങളാണ് സംഭവം. സെൻട്രൽ സ്റ്റാൻഡില്ല അല്ലേ, സൈഡ് സ്റ്റാൻഡിൽ ഗിയർ ലിവർ പിടിപ്പിച്ചിട്ട് ഗിയർ ഫസ്റ്റിൽ ഇടുമ്പോൾ സൈഡ് സ്റ്റാൻഡ് തട്ടുന്ന രീതി. അതാണ് അടുത്തത് സംഭവം. മാക്കാണ്. അടുത്തത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഫുഡ് ഡെലിവറി ആയിട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാണ്. നേരെ കാട്ടിക്കൊണ്ട് കടുവൻ്റെ മുന്നിലേക്കാണ് പോണേ. അടുത്തത് ഏതോ ഐഡിയ അല്ലേ, നമ്മുടെ ബൈക്കിലോ ചെയ്തൊക്കെ കേട്ടോ. ബാക്കത്തെ ഫുഡ് ട്രസ്റ്റ് ഇന്നർ ബാർ ഗാർഡിനുള്ളത് ഫുഡ് ട്രസ്റ്റ് ഇറക്കിയായിരുന്നു സംഭവം. ഏതാ കളി. അടുത്തത് ഇതെന്താ
സംഭവം എന്താ പറയുക, നമ്മളെ ഗ്രൈൻഡറല്ല ഡ്രില്ലർ നമ്മളെ വീട്ടിലൊക്കെ ചുമരൊക്കെ തുറക്കുന്ന ഡ്രില്ലറില്ലേ, ആ ഡ്രില്ലിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, നമ്മളെ ഡ്രില്ല് ചെയ്യണ ആ ഒരു ബിറ്റിടുന്ന ഭാഗം, ആ ബിറ്റിടുന്ന ഭാഗം മിക്സിൻ്റെ ജാറായിട്ട് കണക്ട് ചെയ്തിട്ട് അരക്കുക. അതാണ് സംഭവം. ഇതൊക്കെ ഇന്ത്യക്കാരാട്ടോ, കറക്റ്റ് അറിയാം, കണ്ടാൽ തന്നെ അറിയാം ഇന്ത്യയിലുള്ള വീഡിയോ ആണെന്നുള്ളത്. ഡ്രൈനേജ് ബോൾട്ട് ഇല്ലേ, ഡ്രൈനേജ് ബോൾട്ട് തുറന്നിട്ട് അതിലേക്ക് കൈയിട്ടാണ് സംഭവം. മനസ്സിലായി. ഓയിൽ എടുക്കണ കോലും തുറന്ന് ഒഴിവാക്കിയിട്ട് അവൻ കൈയിട്ടാക്കിയതാണ്, കയ്യിലുള്ളിൽ കുടുങ്ങി, കൈയിട്ടാക്കിയാണ് കയ്യിനുള്ളിൽ കുടുങ്ങി, നേരെ ആസ്പത്രി കൊണ്ടുപോയി. ആ ലിവർ മൊത്തം, ക്ലച്ച് കവർ മൊത്തം കട്ട് ചെയ്തിട്ട് കൈയെടുക്കുന്ന രംഗം അതാണ് ലാസ്റ്റ് കാണിക്കുന്നത്. എടാ പ്ലാറ്റിന കംപ്ലീറ്റ് ഓഫ് റോഡ് ലുക്കില് ചെയ്തൊരു വണ്ടി. ബാക്കിലൊക്കെ നോക്കിയാ ഓ പ്ലാറ്റിന വേറെ ലുക്കായില്ലേ വണ്ടി. കണ്ട പ്ലാറ്റിനാണെന്ന് മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് ബോഡി കാണുമ്പോഴാണ് പ്ലാറ്റിനെന്ന് അറിയാം. ഈ വീഡിയോ നല്ല ട്രെൻഡായ വീഡിയോ കേട്ടോ. ഇത് തമിഴ്നാട്ടിലോ കർണാടക ആ ഭാഗത്ത് എവിടെയാണ് സംഭവം. ഓട്ടോ പണിയെടുപ്പിക്കാൻ പോവാണ്, കസാലൊക്കെ ഇട്ട് ബാറ്ററി കണ്ടിരിക്കണം, കസാലിൻ്റെ ചുവട്ട് ബാറ്ററി ഇരിക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ കസാലിൻ്റെ ചുവട്ട് വെച്ചിട്ട് മൂപ്പര് കസാലയിരുന്ന് നല്ല സുന്ദരമായിട്ട് പോവാണ്. ഗ്ലാസ്സിൽ ഒന്നുമില്ല, വണ്ടി പണി എന്തോ ആണ്, വണ്ടി മറിഞ്ഞതോ അങ്ങനെ എന്തോ ആണ്, വണ്ടി പണിയെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ് വണ്ടി. ഇതൊക്കെ നമ്മളെ നാട്ടിൽ, നമ്മളെ ഇന്ത്യയിൽ കാണുന്ന സംഭവങ്ങളാട്ടോ, ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ടെക്നോളജിയാണ്. അടുത്തത് എടാ പാവത്തിന് കാട്ടിനോക്ക്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുളിച്ചാടി അങ്ങനത്തെ ഇതൊരു സംഭവമില്ലേ, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തരുന്ന സംഭവം. അതിനെ പിടിച്ചിട്ട് ഹോണിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഹോൺ അടുപ്പിക്കുക. അയ്യോ അറിയും ഇതിൻ്റെ ഒച്ച എന്താന്ന് അവനും അറിയട്ടല്ല. പിന്നെ ഇത് കുറെ മുന്നേ കളിച്ചൊരു വീഡിയോ കേട്ടോ. ഇത് മൂപ്പര് പാകിസ്ഥാനിയോ അഫ്ഗാനിസ്ഥാനിയോ ആണ്. മാനേജർ വരുന്ന സമയത്ത് മാനേജറോ സൂപ്പർവൈസറോ ആരോ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും പാൻറ്റ് കറക്റ്റ് ഇട്ടിക്കണം. മൂപ്പര് ദേശീയ ഡ്രസ്സ് ഒഴിവാക്കില്ല എന്നുള്ള മൈൻഡിൽ മേലെക്കൂടെ ആ കോട്ട് ഇട്ടിട്ട് പാൻറ്റ് ബെൽറ്റുമ്പോൾ കെട്ടിയിട്ടൊക്കെയാണ് പാൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.